ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ അത്താഴം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കപ്പ പുഴുങ്ങിയതാണ്. നല്ല അടിപൊളി കപ്പ പുഴുങ്ങിയതും മുളക് സമ്മന്തിയുമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ പറിച്ചെടുത്ത കപ്പയാണ് നമുക്ക് കിട്ടിയത്. ഒന്ന് തിളയ്ക്കേണ്ട താമസം കപ്പ വെന്ത് കിട്ടി. നിങ്ങളൊക്കെ ഇതുപോലെ വൈകുന്നേരം ഡിന്നറിന് കപ്പ കഴിക്കാറുണ്ടോ? നമ്മൾ മലയാളികൾ കൂടുതലും കപ്പ ഇഷ്ടപ്പെടുന്നവരാണല്ലോ. ഏത് രീതിയിൽ നമ്മളിതുണ്ടാക്കിയാലും നമുക്ക് വളരെയധികം ഇഷ്ടമാണ്. കപ്പ പുഴുങ്ങിയതായാലും കുഴച്ച് വേവിച്ചതായാലും എല്ലാം നമുക്ക് വളരെ ടേസ്റ്റിയാണ്. കപ്പയും മീനും, കപ്പയും ഇറച്ചിയും, കപ്പയും മുളകും, എന്താണെങ്കിലും കപ്പയുടെ കൂടെ ഇവയെല്ലാം അടിപൊളി കോമ്പിനേഷനാണ്. അങ്ങനെ നമ്മുടെ കപ്പയെല്ലാം നമ്മൾ പൊളിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി പുഴുങ്ങാനിട്ടു. നമ്മൾ കുക്കറിലാണ് ഇട്ടത്. ഒറ്റ വിസിൽ അടിച്ചപ്പം നമ്മൾ ഓഫ് ചെയ്തിട്ടു. അതിൻ്റെ എയർ പോയി കഴിഞ്ഞപ്പം അത് നല്ലതായിട്ട് വെന്ത് കിട്ടി. പിന്നെ നമ്മളിതിൻ്റെ കൂടെ മുളക് സമ്മന്തിയാണ് ഉണ്ടാക്കിയത്. കുറച്ച് പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്, കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ലേശം വാളംപുളിയും ഉപ്പുകല്ലും ചേർത്തു. മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയെടുത്തു. നമ്മുടെ മുളക് സമ്മന്തി ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ മുളക് സമ്മന്തി റെഡിയായി. ഇനി നമുക്ക് കപ്പ പുഴുങ്ങിയത് കഴിച്ചാലോ? ചൂടോടെയുള്ള നമ്മുടെ കപ്പ പുഴുങ്ങിയതും പച്ചമുളക്, ചുവന്നുള്ളി, വാളംപുളി, കല്ലുപ്പ്, ഫ്രഷ് വെളിച്ചെണ്ണ ഇവ ചേർത്തുണ്ടാക്കിയ നമ്മുടെ അടിപൊളി മുളക് സമ്മന്തി. ഇന്നത്തെ നമ്മുടെ ഡിന്നർ അടിപൊളി. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളും പുതിയ പുതിയ റെസിപ്പികളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ